പിണറായി സർക്കാർ 10 വർഷം ഭരിച്ചപ്പോഴും ആഭ്യന്തരം ഇത്ര നൂലാമാലകളിൽ നിറഞ്ഞതല്ല. 6 മാസം ആകുമ്പോഴേക്ക് UDF സർക്കാരിന്റെ ഒരവസ്ഥ അല്ലേ? പള്ളിയിൽ ഷൂട്ട് പോലീസുകാർ കയറി, ഭയങ്കര ചർച്ചയാണ്. പള്ളിയിൽ ഷൂട്ട് പോലീസുകാർ കയറിയാന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് കൈയും കാലും കഴുകിയിട്ട് പള്ളിയിൽ കയറാൻ പറ്റൂല. ഒരു സംഘർഷാവസ്ഥ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അവർ ചെയ്യണം. ഇതിന്റെ പിന്നിൽ ഈ പോലീസിനെ അവിടെ കയറ്റിച്ചതിനും പള്ളിന്റെ ഉള്ളിൽ വെച്ച് അടി ഉണ്ടാക്കിയതും സംഘർഷാവസ്ഥ ഉണ്ടാക്കിയതും അതാ പള്ളിയിലുള്ള ആളുകളും ആ നാട്ടുകാരും കൂടിയാണ്. ഇത്ര മോശമായ പ്രവൃത്തി നിങ്ങൾ ചെയ്തിട്ട് അത് UDF ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യേണ്ട, LDF ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യേണ്ട. നാട്ടിലെ ക്രമസമാധാനം, ജനങ്ങളുടെ സുരക്ഷ, അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കലാണ് പോലീസിന്റെ ജോലി. അപ്പൊ നിങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി കത്തിയെടുത്ത് കുത്തി അടി പൊട്ടി ചോര പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല. പോലീസ് ഇടപെട്ടിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ എന്ത് പറയും? പോലീസിന്റെ അനാസ്ഥ എന്ന് പറയും. ഇത് ആ നാട്ടിലെ ആളുകൾക്ക് നട്ടെല്ലില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഉണ്ടായ ഒരു സംഭവം. ഒരു പള്ളിയാണ്, ആ പള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടാത്തത്? എന്തിനാണ് ഒരേ മതത്തിലുള്ള ആളുകൾ ഒരു പള്ളിയിൽ ശ്രേഷ്ഠമായ ഒരു സ്ഥലത്ത് നിങ്ങൾ കച്ചറ കൂടിയിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചത് ആ ആളുകളാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു ഉത്തരവാദി ആ കൂടിയ ആളുകളും അവിടെ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളാണ്. അല്ലാതെ അതിനെ ഗവൺമെന്റിനും പറയണ്ട, പോലീസിനും പറയണ്ട. കൈയും കാലും കഴുകിയിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ നിങ്ങൾ പോലീസിനെ തന്നെ പറയാം. 100% ഈ ആളുകൾക്ക് മാത്രമാണ് അതിന് ഉത്തരവാദിത്വം.